കലക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്തു. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഗൂഢാലോചന നടന്നുവെന്നാണ് മന്ത്രി മൊഴി നൽകിയത്. പ്രശ്നമുണ്ടാകുമെന്ന് എഡിജിപി എം.ആർ. അജിത് കുമാറിനെ നേരത്തെ അറിയിച്ചിരുന്നു. പ്രശ്നമുണ്ടായ ശേഷം വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. ഡിഐജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീണ്ടും മൊഴിയെടുക്കുന്നത്. വിശദാംശങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ പൂരം കലക്കലിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് മന്ത്രി പറയുന്നതിനൊപ്പം ശ്രദ്ധിക്കേണ്ടത്, പ്രശ്നമുണ്ടായ ശേഷം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി മന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടാം ഘട്ടത്തിലാണ് ഡിഐജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം റവന്യൂ മന്ത്രി കൂടിയായ കെ രാജന്റെ മൊഴിയെടുത്തത്. അപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി ഞെട്ടിക്കുന്ന മറുപടികളാണ്. അതായത്, ഈ സംഭവം ഉണ്ടാകുന്നതിന് സംഘർഷ സാധ്യത നിലനിന്നിരുന്നതിനാൽ സംഭവം ഉണ്ടാകുന്നതിന് 1 മണിക്കൂർ മുമ്പും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഇത് കടക്കാൻ സാധ്യതയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അധിക ജാഗ്രത വേണമെന്ന കാര്യം പോലീസിനെ നേരിട്ട് താൻ അറിയിച്ചതാണ്. എഡിജിപി എം.ആർ. അജിത് കുമാറിനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അവസരം അവിടെ ഒരുക്കി കൊടുത്തത്. ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ അങ്ങനെ ഒരു ഗൂഢാലോചന കൂടി നടന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ നീക്കമാണ് എന്നാണ് മന്ത്രി കെ രാജന്റെ മൊഴി. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പരാമർശമായി അവർ സമർപ്പിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടി വരും. മാത്രവുമല്ല, ഇന്നലെയും എം.ആർ. അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു കെ രാജൻ നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തുടർ നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ, അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരത്ത് നിന്ന്.